കേക്ക് മുറിച്ചു തുടങ്ങിട്ടോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇക്കാക്കായിരുന്നു ഫോണിൽ വീഡിയോ കോളിൽ നമ്മൾ വിളിച്ചത്. ഇക്കാക്ക് വരാൻ പറ്റില്ല, അങ്കമാലില്ലേ. ഇക്കാക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഗൈസ്, അവിടെ പ്രാക്ടിക്കിൻ്റെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. ഇക്കാക്ക് വരാൻ പറ്റില്ല, അതാണ് നമ്മൾ വലിയ വിഷമം. ഇക്കാക്ക ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് വല്ലാതെ വിഷമം ഉണ്ടായിരുന്നു ഗൈസ്. ബർത്ത്ഡേക്ക് നമുക്ക് ഉമ്മൻ്റെ വക ഒരു ഉമ്മ കിട്ടി. ഓക്കെ ഗൈസ്, അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കൃത്യം നമ്മൾ 12 മണി ആയപ്പോൾ ഗൈസ് നമ്മൾ അവനൊരു ഗിഫ്റ്റ് കൊടുത്തു. ഞാനും ഇമ്മയും കൂടി പറയാതെ വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ ബർത്ത്ഡേ മോച്ചെന്നാണ് ഗൈസ് എഴുതിയിരിക്കുന്നതിൽ. ഗൈസ് അവനൊരു വാച്ച് കിട്ടി. അവൻ്റെ സന്തോഷം നിങ്ങൾ കാണണം ഗൈസ്. അത്രയ്ക്കും ഗൈസ് അവൻ വിചാരിച്ചില്ല, സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു ഗൈസ്. അവനിങ്ങനെ ചോദിക്കണ്ട എന്തെങ്കിലും എപ്പോഴും ചോദിക്കൂ അനിയന്. ഗൈസ് കൃത്യം 12 മണിക്ക് അവന് വാച്ച് കൊടുത്തു ഗൈസ്. ഞാനെൻ്റെ ഉമ്മയും കൂടിയാണ് ഗൈസ് വാച്ച് സെറ്റാക്കിയത്. വാച്ച് നിങ്ങൾ നോക്കി, അടിപൊളി വാച്ചാണ് ഗൈസ് അവന് കിട്ടിയത്. പിന്നെ ബർത്ത്ഡേക്കാണ് കിട്ടിയത്. അവന് എപ്പോഴും പറയുന്ന കാര്യമാണ് ഗൈസ് അവന് കൊടുത്തിരിക്കുന്നത്. അവൻ ഫോൺ വേണമെന്ന് പറയലുണ്ട്, പക്ഷെ ബർത്ത്ഡേക്ക് ഗൈസ് ഇതൊന്നും വിചാരിച്ചില്ല. ഹാപ്പി ബർത്ത്ഡേ മോസി എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അബ്ബ ഉമ്മ എന്ന് എഴുതിക്കുന്നത് ഗൈസ്. ഐക്യുവിൻ്റെ ഫോണാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അവൻ്റെ സന്തോഷമുണ്ടോ നിങ്ങൾ? ചെക്കൻ്റെ സന്തോഷമുണ്ടോ? 18ാമത്തെ വയസ്സിൽ ഗൈസ് ആദ്യമായിട്ട് ഇപ്പൻ്റെ ഉമ്മൻ്റെ വക ഒരു ഫോൺ കിട്ടി. ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച സാധനം തന്നെ അവന് കൊടുത്തിരിക്കുന്നത് ഗൈസ്, ഫോണ്. അതും ഐക്യുവിൻ്റെ പുതിയ മോഡൽ സാധനം ഗൈസ്. കണ്ട നിങ്ങൾ